രാജ്യത്തെ മുൻനിര IT കമ്പനികളിൽ സ്ത്രീ ജീവനക്കാരുടെ എണ്ണം കുറയുന്നതായി റിപ്പോർട്ട്. ഇൻഫോസിസ്, TCS, വിപ്രോ, LTI മൈൻഡ്ട്രി, HCL ടെക് തുടങ്ങിയ കമ്പനികളിലെ സ്ത്രീ ജീവനക്കാരുടെ എണ്ണത്തിലാണ് ഗണ്യമായ കുറവുണ്ടായത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ മാത്രം 25,000 സ്ത്രീ ജീവനക്കാരാണ് കുറഞ്ഞത്. സ്റ്റാഫിംഗ് സ്ഥാപനമായ എക്സ്ഫെനോയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. COVID-19 തുടക്ക സമയത്ത് IT മേഖല തിരഞ്ഞെടുക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിരുന്നു. എന്നാൽ അതിൽ വലിയ ഇടിവാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 2020 മാർച്ച് മുതൽ 2023 മാർച്ച് വരെ IT കമ്പനികളിലെ സ്ത്രീകളുടെ എണ്ണം 3,74,000 നിന്നും 5,40,000 വർദ്ധിച്ചിരുന്നു. എന്നാൽ 2024 മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ സ്ത്രീകളുടെ എണ്ണം 5,15,000 കുറഞ്ഞു. കണക്കുകളനുസരിച്ച് 2020-നും 2024-നും ഇടയിൽ മൊത്തം സ്ത്രീ ജീവനക്കാരുടെ എണ്ണം 1,41,000 വർദ്ധിച്ചിരുന്നു. എന്നാൽ ലിംഗ അനുപാതം 0.9% മാത്രമേ വർദ്ധിച്ചിരുന്നുള്ളൂ. COVID-19 മുൻപുള്ള വർഷങ്ങളിൽ സ്ത്രീ ജീവനക്കാരുടെ എണ്ണത്തിൽ 1.56% വർധനവ് റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ ലിംഗാനുപാതം 34.32% വരെ എത്തിയിരുന്നു. എന്നാൽ അത് 34.26% കുറഞ്ഞതായാണ് കണ്ടെത്തൽ. പ്രമുഖ ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി, ഇൻക്ലൂഷൻ സൊല്യൂഷൻസ് കമ്പനിയായ അവതാർ ഗ്രൂപ്പിന്റെ റിപ്പോർട്ട് അനുസരിച്ച് IT മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ നേതൃസ്ഥാനത്തേക്കെത്തുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. കമ്പനികളിലെ താഴ്ന്ന തസ്തികകളിൽ 35% ലിംഗാനുപാതം നിലനിൽക്കുമ്പോൾ കമ്പനികളുടെ മുകൾ തട്ടിൽ 17% ലിംഗാനുപാതം. കരിയറിൽ ഉയർച്ച ആഗ്രഹിച്ച് ഒരു മേഖലയിൽ ജോലി തിരഞ്ഞെടുത്തിട്ടും അതിൽ ഒരു പുരോഗതിയും ലഭിക്കാതെ എല്ലാ കാലവും ഒരേ നിലയിൽ തുടരുന്നത് ആരെയും തളർത്തുമെന്ന് അവതാർ ഗ്രൂപ്പിന്റെ സ്ഥാപകയും പ്രസിഡന്റുമായ സൗന്ദര്യ രാജേഷ് പറഞ്ഞു. സ്വന്തം ഇഷ്ടപ്രകാരമോ അല്ലാതെയോ IT കമ്പനികളിൽ നിന്നും പുറത്തു പോകേണ്ടി വരുന്ന സ്ത്രീകളുടെ എണ്ണം നിലവിൽ 26%. മറ്റ് തൊഴിൽ മേഖലകളിൽ 21% ഈ നിരക്ക്. കുടുംബപരമായും മറ്റുള്ള ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരികയും ഒപ്പം ജോലിയിൽ സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് ഈ കൊഴിഞ്ഞുപോക്കിന് കാരണമെന്നാണ് വിവരം. IT മേഖലയിലേക്ക് സ്ത്രീകളെ ആകർഷിക്കുന്നതിനായി നിരവധി പദ്ധതികൾ പല കമ്പനികളും നടപ്പാക്കുന്നുണ്ട്. അതേസമയം ഇത്തരം പ്രോഗ്രാമുകളിലേക്ക് തിരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും ജോലി ലഭിക്കുന്നില്ലെന്ന വസ്തുതയും സൗന്ദര്യ രാജേഷ് ചൂണ്ടിക്കാട്ടി. ജീവിതഘട്ടങ്ങളിൽ സ്ത്രീകളെ പിന്തുണയ്ക്കുന്ന നടപടികൾ മുന്നോട്ടുവെച്ചും അവർക്ക് തൊഴിലിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ നൽകിയും മെന്റർഷിപ്പ് പ്രോഗ്രാമുകൾ ഏർപ്പെടുത്തിയും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കൂടുതൽ സ്ത്രീകളെ IT മേഖലയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് ടീം ലീസ് ഡിജിറ്റലിലെ ബിസിനസ് മേധാവിയായ കൃഷ്ണ വിജ് അഭിപ്രായപ്പെട്ടു.